CP ജോൺ, ഇതിൽ CPI എടുത്ത നിലപാട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലത്തും CPIക്ക് ചില വിഷയങ്ങളിലാണ് കടുത്ത നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്തായാലും എടുത്ത ഈ നിലപാടിലേക്ക് CPMനെ കൊണ്ടുവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതൊരു ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. പക്ഷേ എന്ന് തന്നെയായാലും ഒരു പിന്നോട്ട് പോക്കാണ് സംഭവിക്കുന്നത് എന്നതാണ്. ഇതോടുകൂടി ഇടതുമുന്നണിയിലെ ആശയക്കുഴപ്പം പൂർണ്ണ പരിഹാരത്തിലെത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിന് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു മറ ആണ് കുറച്ചു ദിവസമായിട്ട് ഒരു നെറേറ്റീവ് ആയിട്ടൂടെ വന്നുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരുന്നു എന്ന ഒരു മുദ്രാവാക്യത്തോട് പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ 2ാം പിണറായി സർക്കാർ തന്നെ ഈ കാലാവധി പൂർത്തിയാക്കുമോ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു എന്നതാണ് ഈ തർക്കത്തിന്റെ ബാലൻസ് ഷീറ്റിൽ ബാക്കിയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റ് ആടി ഉലയുന്നു. ഗവൺമെന്റിന്റെ 8 പ്രധാന കക്ഷികൾ തമ്മിൽ കൊമ്പ് കോർത്തിരിക്കുന്നു. അത് നിസ്സാരമായ രീതിയിലല്ല. മന്ത്രിമാർ വിട്ടുനിൽക്കുകയോ രാജിവെക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയമായ ഒരു സ്റ്റാൻഡ് ഓഫ്, പരസ്പരം മുഖാമുഖം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഇവിടെ ഇനി CPIയുടെ നിലപാടുകൾ നോക്കുകയാണെങ്കിൽ CPI അവരുടെ പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ള താല്പര്യം CPIക്ക് ഇതിനകം കിട്ടിക്കഴിഞ്ഞു. അതുമാത്രമല്ല, പണ്ടൊക്കെ CPIയെ കുത്തി നോവിക്കാൻ വേണ്ടി CPM പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ കോൺഗ്രസിന്റെ കൂടെ നിന്നവരാണ്, കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾക്ക് സ്നേഹം, നിങ്ങൾ പലപ്പോഴും കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ വെള്ളം ചേർക്കുന്നവരാണ്, റിവിഷനിസ്റ്റുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞ് CPIയെ കുത്തി നോവിക്കുന്നത്, പിൻപ്രിക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ CPIക്ക് തിരിച്ചു പറയാൻ കഴിയുന്നു, നിങ്ങൾ BJPയുടെ കൂടെയാണ്, BJPയുടെ നയങ്ങളുടെ കൂടെയാണ്, BJP സർക്കാരിന്റെ അടിമത്തത്തോട് കൂടിയിട്ടുള്ള അടിമത്തോട് കൂടിയിട്ടുള്ള സമീപനം നിങ്ങൾ എടുത്തത് നടപ്പിലാക്കി എന്നത് തിരിച്ചു പറയാൻ ആദ്യമായി ചരിത്രത്തിൽ കൃത്യമായ ഒരു ഉദാഹരണ സഹിതം CPMനെ നല്ല പോലെ നോവിക്കാൻ പറ്റുന്ന ഒരവസരം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ BJPയുടെ പാളയത്തിൽ നിന്നും രക്ഷിച്ചു എന്നൊക്കെയായിരിക്കും അവർക്ക് ഇനി പറയാൻ കഴിയുക. അത് CPIക്ക് തീർച്ചയായിട്ടും ഒരു മുൻകൈ ഉണ്ടാക്കിയിട്ടുണ്ട്. 3, ഇത് CPIയും CPMും തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല. ഇത് CPMനകത്തു നിന്ന് ഒരു പിന്തുണ കിട്ടാതെ CPI ഇത് പറയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ബിനോയ് വിശ്വവും മന്ത്രിമാരും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കൊരു പഠനം നടത്താം എന്ന് പറഞ്ഞു. പക്ഷെ അതിനവർ കൊടുത്ത മറുപടി എന്താണെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകം തന്നെ പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ PMCയെ കുറിച്ച് NEPയെ കുറിച്ച് വിശദമായ പഠനം നടത്തിയ റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ട് ഇതാ സഖാവ് വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നടത്തിയ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് തിരിച്ചു കൊടുത്തതോടുകൂടി മുഖ്യമന്ത്രി അറ്റോപ്റ്റായി, അല്ലെങ്കിൽ അദ്ദേഹം ചെക്ക്മേറ്റ് ആയി കഴിഞ്ഞു. അപ്പോ ഇനി പഠനമൊന്നും നടത്തണ്ട, നിങ്ങൾ നടത്തിയ പഠന റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി എന്ന സന്ദേശവും കൂടിയാണ് കൊടുത്തത്. അല്ലാതെ പഠന റിപ്പോർട്ട് വായിക്കണം എന്നല്ല പറഞ്ഞത്. അതിന്റെ അർത്ഥം CPMലെ ഒരു പ്രബല വിഭാഗം ആരാന്ന് നമുക്കറിയില്ല. പിണറായി വിജയന്റെ ഈ പോക്കിൽ അത്ര സന്തുഷ്ടരല്ല. അതുകൊണ്ട് പിണറായി വിജയനെ മൂക്കുകയറിടണം എന്ന് കരുതുന്ന ഒരു വിഭാഗം CPMന്റെ ഉന്നത ശ്രേണിയിൽ എവിടെയോ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഘനീഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു നല്ല മുന്നറിയിപ്പാണ്. അത് അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല. കാരണം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു. അത് ശരിയാണല്ലോ, അദ്ദേഹമാണല്ലോ പാർട്ടിയുടെ ഒരു പര്യായ പദമായിട്ട് ഇപ്പൊ കേരളത്തിലുള്ള പിണറായി CPM ആണല്ലോ. അങ്ങനെയൊന്നും അല്ല, താങ്കൾ മാത്രമൊന്നുമല്ല, ഞങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് ഒരു സൂചന അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു വിമർശനം പിണറായി വിജയന് നേർക്ക് ഓങ്ങുന്നതിന്, വിരൽ ചൂണ്ടുന്നതിന്, പിണറായി വിജയന്റെ നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടാൻ CPI മാത്രമല്ല CPMനകത്തു നിന്ന് തന്നെ ആളുകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ CPIക്ക് ഇത്രയും കുറച്ചൊരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, CPI ഇറങ്ങി നിന്നാൽ പോലും ഗവൺമെന്റിന് ഭൂരിപക്ഷം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ CPI ഇറങ്ങി നിന്നോട്ടെ എന്ന് CPM ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ അത് CPIക്കാണ് ബുദ്ധിമുട്ട് ആദ്യഘട്ടത്തിൽ വരിക. ഒരു UDF ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന കാര്യം സംശയമില്ല, ഇറ്റ്സ് എ ഡിഫറന്റ് പോയിന്റ്. പക്ഷേ അങ്ങനെ ഇറക്കി നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് CPMൽ തന്നെ CPM നേതൃത്വത്തോട് പറയുന്ന
പ്രബല വിഭാഗം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബാലൻസ് ഷീറ്റ്. ഒരുപക്ഷെ CP ജോൺ, ഇതിൽ ഏറ്റവും പ്രശ്നം ഈ തീരുമാനത്തിൽ ഉണ്ടാക്കിയത് രണ്ട് കാര്യങ്ങളാണ്. നയപരമായി യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളോടും പിന്നീട് സാങ്കേതികമായി നിവൃത്തികേട് കൊണ്ട് യോജിച്ച ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുമപ്പുറം ഇതിലേക്ക് എത്തിച്ച നടപടിക്രമങ്ങളാണോ ഏറ്റവും പിഴവ് പറ്റിയത്, തിരുത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്? സ്വന്തം മന്ത്രിസഭയെ അറിയിച്ചില്ല, സ്വന്തം പാർട്ടി നേതാക്കളെ അറിയിച്ചില്ല, അതുണ്ടാവുന്നു. അതിനപ്പുറമാണ് ഘടകകക്ഷികളെ അറിയിക്കാതെ പോയത്. അപ്പോൾ അതിലേക്ക് എത്തിച്ച വഴിയാണോ യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു പിന്നോട്ട് പോക്കിന് ഇടവെച്ചത്? അത് ഒരു വളരെ വാലിഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് താങ്കൾ ചോദിച്ചത്. അതായത് ഒട്ടകത്തിന്റെ മുതുകൊടിച്ച അവസാനത്തെ കച്ചിത്തുരു എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പലപ്പോഴും സംഘടനാപരവും ഭരണപരവുമായിട്ടുള്ള രൂപം പ്രാപിക്കുകയാണ് ചെയ്യുക. അപ്പൊ ചെറിയൊരു തെറ്റ് വേറൊരു കാര്യത്തിലാണ് പറ്റിയതെങ്കിൽ എല്ലാവരും അത് എക്സ്ക്യൂസ് ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് ദേശീയ സ്പോർട്സിന്റെയോ അല്ലെങ്കിൽ അത്ലറ്റിക് മീറ്റിന്റെയോ ഒക്കെയുള്ള ഒരു കാര്യത്തിലാണ് ഒരു പഴുവ് പറ്റിയതെങ്കിൽ അത് ഇറ്റ് ഇസ് എക്സ്ക്യൂസ്. അത് പിന്നെ റാറ്റിഫൈ ചെയ്താൽ മതി. ക്യാബിനറ്റിൽ കൊണ്ടുവന്നാൽ അത് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇനി മുതൽ ശ്രദ്ധിക്കണം എന്നേ പറയുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പൊളിറ്റിക്കലി വളരെ റോങ് ആണെന്ന് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ്ലി റോങ് റൂട്ടിൽ കൂടെ വന്നതാണ് പ്രശ്നം. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് റോങ് റൂട്ട് ആണ് അടിസ്ഥാന കാര്യം എന്ന് നമ്മൾ വിചാരിക്കരുത്. അഡ്മിനിസ്ട്രേറ്റീവായിട്ട് തെറ്റായൊരു വഴിക്ക് പോയാൽ പോലും അതിനെ നമുക്ക് പിന്നെ അതിന്റെ ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് നൽകി എന്ന് പറഞ്ഞതുപോലെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്നൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അത് മിനിസ്റ്റർക്ക് ഒരു പെശക് പറ്റി എന്നൊക്കെ പറഞ്ഞ് തീർക്കാവുന്നതായിരുന്നു. അപ്പൊ ഇവിടെ പ്രശ്നം ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി IAS ഉപയോഗിച്ചുകൊണ്ട് ഒപ്പിട്ടു. ശിവൻകുട്ടിയോട് പറഞ്ഞിരുന്നോ? അപ്പൊ ശിവൻകുട്ടിയോടെങ്കിലും പറഞ്ഞു കാണുമല്ലോ. അല്ലപ്പോ ശിവൻകുട്ടിയോടും പറഞ്ഞില്ലേ? CPM-ന്റെ മന്ത്രിമാരോട് പറഞ്ഞിരുന്നോ? അപ്പൊ അവരോട് മാത്രമാണോ പറഞ്ഞത്? അതോ CPI-യോട് മാത്രമാണോ പറയാതിരുന്നത്? എന്നൊക്കെയുള്ള അതിസങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കൈപ്പടയല്ല, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലാക്കുന അല്ല. അതിലുപരി ഇതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലമാണ്. അത് മാത്രം, അത് അഡ്മിനിസ്ട്രേറ്റീവ് മിസ്ബിഹേവിയറും ഉണ്ട്. അതുകൊണ്ട് ഇതെന്ത് ഗവൺമെന്റ് എന്ന് ബിനോയ് വിശ്വത്തെ കൊണ്ട് ചോദിപ്പിച്ചതാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ പേപ്പറിൽ വായിച്ചിട്ട് അറിയണോ? ഞങ്ങൾ ക്യാബിനറ്റിൽ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നല്ലോ. അത് വലിയൊരു വഞ്ചനയാണ്. അതിൽ വലിയൊരു ബിട്രയലുള്ള മാതിരിയാണ് അവർക്ക് തോന്നിയത്. നാച്ചുറലി മറ്റു ഘടകകക്ഷികൾക്കൊന്നും അത് പറയാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റ് ഘടകകക്ഷികളോടൊന്നും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ CPM-ന്റെ ഈ വിഭാഗം, പിണറായി വിരുദ്ധ വിഭാഗം സംസാരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ നന്ദി CP ജോൺ പ്രതികരിച്ചതിന്. VV അരുണുണ്ട് MN സ്മാരകത്തിന് മുന്നിൽ. അരുൺ, എന്താണ് അവിടുത്തെ കാഴ്ച? CPI ഗൗരവമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രപ്പോസൽ അവരുടെ പരിഗണനയിലുണ്ട്. നമുക്ക് ഇത് പുറമേക്കൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി എപ്പോൾ പ്രതീക്ഷിക്കാം? ആരിത് പറയും? CPM സെക്രട്ടറി പറയുമോ അതോ വിദ്യാഭ്യാസ മന്ത്രി പറയുമോ? എന്താണ് ഇതിന്റെ വഴി? എന്തായിരിക്കും? PM ശ്രീയിൽ വൻ പിന്നോട്ട് പോക്ക് സംഭവിക്കുന്നു. CPM CPക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതിൽ കൃത്യമായ നിരീക്ഷണം പുറത്തു വരുന്നത് CPM-നകത്തെ കടുത്ത എതിർപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിലെ പിന്നോട്ട് പോക്ക് സംഭവിക്കുന്നത്. ക്യാബിനറ്റിനെ മറയാക്കി, സ്വന്തം CPM സെക്രട്ടേറിയറ്റിനെ അടക്കം മറയാക്കി ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം ഇടപെട്ടുകൊണ്ട് നടന്ന ഈ നീക്കത്തിനാണ് വലിയ പിഴ കൊടുക്കേണ്ടി വരുന്നത്, വലിയ നഷ്ടം പേറേണ്ടി വരുന്നത്. കാരണം വിശദീകരിക്കാൻ പാടുപെടുന്ന വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കിടയിലാണ് ഈ അസാധാരണ രാഷ്ട്രീയ പ്രതിസന്ധി ഇടതുമുന്നണിയെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കഴിഞ്ഞു. D രാജയുമായി MA ബേബി സംസാരിച്ചു. ഈ വിഷയത്തിലുള്ള പുതിയ സമവായ നീക്കങ്ങൾ സംസാരിക്കുന്നു. അത് CPI കേന്ദ്രങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. ആ ഒരു ആശയവിനിമയം, ആ ഒരു കോൺഫിഡൻസും പൊതുവിൽ നേതാക്കളിൽ കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും ഇതാണ് സംഭവിക്കുന്നത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, MN സ്മാരകത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ചർച്ചകളും എങ്ങനെയാണ്? ആരാണിത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറയുമോ? CPM സംസ്ഥാന സെക്രട്ടറി പറയുമോ? അതല്ല മുഖ്യമന്ത്രി തന്നെ ഈ പിന്നോട്ട് പോക്ക് പരസ്യമായി പറയാൻ തയ്യാറാകുമോ? സത്യത്തിൽ CPM-ന്റെ ഓഫർ ഇപ്പോൾ CPI-യുടെ പരിഗണനയിലാണ്, CPI-യുടെ ചർച്ചയിലാണ്. ഇപ്പോൾ ചേരുന്ന സംസ്ഥാന
സെക്രട്ടേറിയറ്റ് യോഗം, അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഈ CPM മുന്നോട്ട് വെച്ച ഓഫർ ചർച്ച ചെയ്യുകയാണ്. അതായത് ജനറൽ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറി MA ബേബിയിലൂടെ ഡി രാജയിലെത്തിയ ആ ഓഫർ ഇപ്പോൾ CPI ചർച്ച ചെയ്യുകയാണ്. അതിലെ സാങ്കേതികത്വം, നിയമപരമായ കാര്യങ്ങളൊക്കെ CPI പരിഗണിക്കും. അതിനുശേഷമാകും അവർ തീരുമാനം CPM നേതൃത്വത്തെ അറിയിക്കുക. ആ നേരത്തെ പറഞ്ഞ റൂട്ട് തന്നെയായിരിക്കാം ഡി രാജ MA ബേബി അറിയിക്കുകയായിരിക്കാം ചെയ്യുന്നത്. ഏതായാലും ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷമാകും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പ്രഖ്യാപനം. ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ, അദ്ദേഹമാണ് ഈ കരാറിൽ ഒപ്പിട്ട കാര്യമൊക്കെ സ്ഥിരീകരിച്ചും ആദ്യം രംഗത്ത് വന്ന നേതാവ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാകും ഈ പിന്മാറ്റത്തിന്റെ വ്യവസ്ഥകളും മറ്റും വ്യക്തമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുക. ഏതായാലും നിർണായകമായ യോഗം ഇപ്പോൾ നടക്കുന്നത് MN സ്മാരകത്തിലാണ്. അവരുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതിനുശേഷം ഈ തീരുമാനം അവർ CPM അറിയിക്കും. അതിനകം തന്നെ നമുക്ക് ആ വിവരം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സമവായത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. CPIയുടെ സമ്മർദ്ദത്തിന്, രാഷ്ട്രീയമായി നയപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി CPI ഉയർത്തിയ പ്രതിരോധത്തിന് CPM വഴങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. യോഗം അല്പസമയത്തേക്ക് അവസാനിക്കുമെന്നതിന്റെ സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും CPI അടുത്തിടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ ഇതിനെ കാണാൻ കഴിയും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ അവസാനിക്കും. CPIയുടെ നിലപാടറിയാം. അതായത് CPM ഔദ്യോഗികമായി CPIയുമായി നടത്തിയ ആശയവിനിമയം, അതിൽ CPI നേതൃത്വം എടുക്കുന്ന തീരുമാനം, അത് നമുക്ക് ഉടൻ തന്നെ അറിയാം. ഒരുപക്ഷെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അല്ലാതെ ഉണ്ടായില്ലെങ്കിൽ പോലും നേതാക്കളുടെ പ്രതികരണം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. MN സ്മാരകത്തിൽ നിന്നും ഉടൻ തന്നെ നേതാക്കൾ പുറത്തേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.